ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു പഴയ കൊട്ടാരമാണെന്നാണ് കേട്ടാ. പിന്നെയല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കും ഇതെന്താണെന്ന് അറിയണ്ടേ? വീഡിയോ കാണൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ മുംബൈയിലാണ് താമസിക്കുന്നതെന്ന് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അറിയായിരിക്കും അല്ലേ? അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടി പറയാന്നേ, നമ്മൾ മുംബൈയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത്. ഇന്നിപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവാന്നേ. രാവിലെ തന്നെ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. മുംബൈയിലെ ലോക്കൽ ട്രെയിൻസ് എന്ന് പറയുന്നത് മുംബൈയുടെ ഒരു ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഒരു ഹൃദയമിടിപ്പ് തന്നെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ബസ്, ടാക്സി അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു 95% അല്ലെങ്കിൽ ഒരു 90% മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോക്കൽ ട്രെയിൻസ് ആണ്. അപ്പോൾ എത്ര ദൂരത്തായാലും ഈ ഒരു ട്രെയിനിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ജോലിക്ക് പോകുന്നവരും എല്ലാവരും ഈ ഒരു ലോക്കൽ ട്രെയിനിനെ എന്നിട്ട് ആശ്രയിക്കുന്നത്. മിനിറ്റുകളുടെ ഇടവേളകളിൽ ഓരോ ഭാഗത്തേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ലോക്കൽ ട്രെയിൻസാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഫാസ്റ്റ് ട്രെയിൻ ഉണ്ട്, സ്ലോ ട്രെയിൻ ഉണ്ട്. ഫാസ്റ്റ് ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പുകളിൽ മാത്രമേ നിൽക്കുള്ളൂ. സ്ലോ ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് പോകേണ്ടത് CSMT, അതായത് നമ്മുടെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ സ്റ്റേഷനിൽ സ്റ്റാർട്ടിംഗ് ട്രെയിനാണ് കേട്ടോ പിടിച്ചത്. അതുകൊണ്ട് തന്നെ കയറാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റാർട്ടിംഗ് ട്രെയിൻ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റേഷൻ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് നല്ല തിരക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിതാ നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഈ ഒരു സ്റ്റേഷൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ മുംബൈനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ മുംബൈ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് കാണുന്നതാണ് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഈ ഒരു സ്റ്റേഷൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർബർ ലൈൻ, സെൻട്രൽ ലൈൻ ഇതൊക്കെ ഇവിടെയാണ് കേട്ടോ എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ട്രെയിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അങ്ങനെ അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഞാനിതാ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി പോവാന്നേ. ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, ഇത് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം നമുക്ക് കൂടുതലായി കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഷൂ പോളിഷ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഷൂ ഒന്നും അഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് അകത്തോട്ട് കയറാൻ വേണ്ടി പോവാന്നേ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാൻ കണ്ട, ഇത് ഞാൻ ഈ ഒരു സ്റ്റേഷനിൽ മാത്രമാണ് കേട്ടോ ഇത്രയും വലിയ ഫാൻ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകളിലോട്ട് പോവാം. ഇവിടെ കണ്ടോ ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ വളരെ ഒരു പ്രാധാന്യമുള്ളതാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ ആർക്കിടെക്ചറാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്ചറായിട്ടുള്ള FW സ്റ്റീവൻ ആണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഏതാണ്ട് 10 വർഷത്തോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നേ. 1878 പണി ആരംഭിച്ചിട്ട് 1887 കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത്. നമ്മുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിന് കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയത്ത് മുംബൈയിലെ വ്യാപാരം പുരോഗമിപ്പിക്കുന്നതിനായിട്ടാണ് കേട്ടോ അവർ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ ബോറി ബന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നേ. പിന്നെ അത് മാറ്റിയിട്ടാണ് ഇവർ ഈ ഒരു വലിയ കെട്ടിട സമുച്ചയമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത്. 1887 ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന ക്യൂൻ വിക്ടോറിയയുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചത്. ആ സമയത്തൊക്കെ വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റേഷൻ അറിയപ്പെട്ടിരുന്നത്. ചുരുക്കിയിട്ട് VT എന്നാണ് ഇതിനെ എന്താ പറയുക പ്രതിനിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ അടുത്ത കാലത്ത് 2017 ഈ ഒരു റെയിൽവേ സ്റ്റേഷന് മഹാരാഷ്ട്രയുടെ നമ്മുടെ വീര മറാഠ രാജാവ് ഛത്രപതി ശിവാജി മഹാരാജയുടെ പേരിലോട്ട് ഈ ഒരു ടെർമിനസ് പിന്നെ മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ CSMT അഥവാ ഛത്രപതി മഹാരാജ് ടെർമിനസ് എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റേഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നെയിം എന്ന് പറയുന്നത്. ഈ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസ്.
ഇതും കെട്ടിടത്തിന്റെ ആർക്കിടെക്ചർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല അത്ഭുതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ തന്നെയാണ്. വിക്ടോറിയൻ ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ദിനം പ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, അതുപോലെ തന്നെ 10,000-കണക്കിന് ആൾക്കാർ ദിനം പ്രതി ട്രാവൽ ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഇത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണ്. ഇതൊക്കെ ആ റെയിൽവേ സ്റ്റേഷന്റെ അകത്തുള്ള കാഴ്ചകളാണ്. അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അകത്തോട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രവേശനമൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ഒക്കെ ഒരു ഭാഗമാണ്. നല്ല കരിങ്കല്ലിന്റെ കൊത്തുപണികളോടൊക്കെ കൂടിയിട്ടുള്ള തൂണുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, സിംഹത്തിന്റെ തല പോലെയില്ലേ, നല്ല കരിങ്കല്ലാണ് കേട്ടോ ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു എന്താ പറയാ ശില്പ ഭംഗി എന്നൊക്കെ പറയുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കൊട്ടാരത്തിന്റെ പോലുള്ള വാതിലുകളും അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ സ്റ്റേഷൻ മുഴുവനായിട്ട് നമുക്ക് കാണണമെങ്കിൽ ആ റോഡ് ക്രോസ് ചെയ്ത് മുൻവശത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമേ. അപ്പൊ ഷോർട്ടായിട്ട് ഇതാ സ്റ്റേഷന്റെ ഫ്രണ്ടിലൂടെ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുണ്ട്. അപ്പൊ ഞാൻ ഇതുവഴി ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഈ സ്റ്റേഷൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചു തരാം. ആ ഒരു അണ്ടർഗ്രൗണ്ട് വഴിയുടെ രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുകളാണ്. ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഡ്രസ്സും ബാഗ്, മൊബൈൽ കവർ, അതുപോലെ ഒട്ടുമിക്ക സാധനങ്ങളും ആ ഒരു പാത്തിന്റെ രണ്ട് സൈഡിലും നമുക്ക് കിട്ടും. ബാർഗെയിൻ ചെയ്യുന്നവർക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാം, അല്ലാത്തവർക്ക് അവർ പറയുന്ന റേറ്റിലും കിട്ടാട്ടോ. അത് പിന്നെ ഏത് ടൂറിസ്റ്റ് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് അറിയുന്നവർക്ക് വില കുറഞ്ഞ, അല്ലാത്തവർ വലിയ വില കൊടുത്തിട്ടൊക്കെ വാങ്ങൂലേ. അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ ആ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ആ അണ്ടർഗ്രൗണ്ട് വഴി ഞാൻ വന്നെത്തിയിട്ടുള്ളത്. ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇതാ ഇത്രയും വലുതാണ് ആ ഒരു ടെർമിനസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ആ മുനിസിപ്പാലിറ്റി ഓഫീസ് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. പിന്നെ മുംബൈയിൽ ഇവിടെ ഇതിന്റെ പരിസരത്തുള്ള ഒട്ടുമിക്ക കെട്ടിടങ്ങളും ഏകദേശം ആ ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. മാർക്കറ്റുകളായാലും അവിടുത്തെ ഈ ഒരു കെട്ടിടത്തിലൊക്കെ ഇപ്പം കുറേ ബാങ്കുകളും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടിട്ട് പോയിട്ടുള്ള കുറേ അവരുടെ എന്താ പറയുക ഒരു സ്മരണകളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറൈൻ ഡ്രൈവ്, അതുപോലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതൊക്കെ കാണാൻ പറ്റുമേ. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് ഇതാ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ഇവിടുന്ന് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകുവാന്നേ. ഈ ഒരു ടെർമിനസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കണക്കിന് പറയാന്നെങ്കിൽ ബ്രിട്ടീഷുകാർ നമ്മുടെ ചൂഷണം ചെയ്ത ആ ഒരു നാളിൻ്റെ ഓർമ്മകളാണെങ്കിലും അവരെയൊക്കെ നമ്മൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടില്ലേ. ഇപ്പോൾ ഒരു മഴ പെയ്ത് തോർന്നതിന് ശേഷം നമുക്കെന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ ഒരു കാഴ്ചക്ക് ഒരു നല്ല ഒരു എന്താ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എത്തി, സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഈ ഒരു സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്നാണ് നമ്മുടെ സെൻട്രൽ ലൈനും അതുപോലെ തന്നെ ഹാർബർ ലൈനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് എൻഡും ചെയ്യുന്നത്. ഇവിടുത്തെ എന്താ പറയുക ട്രെയിൻ റൂട്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ലൈൻ, ഹാർബർ ലൈൻ, വെസ്റ്റേൺ ലൈൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. വെസ്റ്റേൺ ലൈനിൻ്റെ സ്റ്റേഷൻ വേറെ ഉണ്ട്, ചർച്ച് ഗേറ്റ് സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് സെൻട്രൽ ലൈനിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഫാസ്റ്റ് ട്രെയിൻ പിടിക്കാമെന്ന് വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രെയിൻ ആകുമ്പോൾ 2-3-4 സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്തുവേ. അപ്പോൾ ഇതാണ് ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ജീവിതവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മരണവും കൊടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു ലോക്കൽ ട്രെയിൻ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ്. അത്രയും തിരക്കാണ് ഈ ഒരു ട്രെയിനിൽ ഉണ്ടാവാറുള്ളത്. ഈ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കാലിയായിട്ടുണ്ട്. ഏകദേശം ഉച്ച സമയം ആയതുകൊണ്ട് ഓഫീസ് ടൈമോ കോളേജ് ടൈമോ അങ്ങനെയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാലിയായിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ. ഇനിയിപ്പോൾ ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ ഈ ട്രെയിൻ നിറഞ്ഞു കവിയൂട്ട ആൾക്കാരെ കൊണ്ട്. അങ്ങനെ ഞാനിതാ ചരിത്രം ഉറങ്ങുന്ന വീട്ടിൽ സ്റ്റേഷനിൽ നിന്നും തിരിച്ച് ഞാൻ വീട്ടിലോട്ട് യാത്ര പുറപ്പെടുകയാണ്. ട്രെയിനിനകത്താണെങ്കിൽ ഇതാ ഇതുപോലുള്ള കാഴ്ചകളായിരിക്കും കേട്ടോ. ഒരുപാട് നമ്മുടെ കച്ചവടക്കാർ ഇതുപോലെ ഫാൻസി സാധനങ്ങളും തുണികളും അങ്ങനെയൊക്കെ വിൽക്കാൻ വരും. ട്രെയിൻ ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. മുകളിൽ കൂടിയും താഴെ കൂടിയും ഒക്കെ നമ്മുടെ ചുറ്റിലും ട്രെയിനുകൾ പോകും. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് മുംബൈയിൽ. ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോസിലൂടെ കാണാട്ടോ. ലൈക്ക് ചെയ്യണേ.